തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സർക്കുലറിൽ ബിജെപിയുടെ സീൽ പതിച്ച സംഭവത്തിൽ വിവാദം തുടരുന്നു. വിവാദ കത്ത് നീക്കം ചെയ്യാത്തതിൽ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിനെതിരെ പോലീസ് കേസെടുത്തു. കേസെടുക്കാനുള്ള നീക്കത്തിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. അത് അങ്ങേയറ്റം സ്വീകരിക്കാൻ പാടില്ലാത്തൊരു നടപടിയാണ്. കാരണം ഇവിടെ ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ അറിയിക്കും. ആ വിവരങ്ങൾ അറിയിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീല് അതിനകത്തുണ്ടാവുക എന്നത് അവിശ്വസനീയമായ കാര്യമാണ്. എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? ഇതേതെങ്കിലും ഒരാൾക്ക് പറ്റുന്ന ഒരു കൈപ്പിഴയായിട്ട് കണക്കാക്കാൻ പറ്റും? അങ്ങനെ വരുമോ? ഒരുപാട് ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ നോക്കേണ്ടതില്ല. അപ്പോൾ വളരെ തെറ്റായ ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് വളരെ തെറ്റായ ഒരു നടപടിയാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ അതിന് ഇപ്പോൾ ഒരു ശിക്ഷാ നടപടി എന്ന രീതിയിൽ കേസെടുത്തിരിക്കുന്നത് എക്സിനെതിരെയാണ്. ഈ കത്ത് നീക്കം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണം വരികയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകാം അതിനൊക്കെ പിന്നിൽ എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ ബിജെപിയുടെ സീൽ വന്നതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ നേരത്തെ കേരള പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. ഫേസ്ബുക്കിൽ നിന്ന് 290 പോസ്റ്റുകളും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് 90 പോസ്റ്റുകളുമാണ് ഇതുവരെ നീക്കം ചെയ്തത്. എന്നാൽ ഇതേ നിർദ്ദേശം ലഭിച്ചിട്ടും വിവാദ കത്തുൾപ്പെട്ട പോസ്റ്റുകളും പിൻവലിക്കാത്തതിനാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി എക്സ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നവർക്കെതിരെ. ഇതിനെ തുടർന്ന് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ അധികാരികളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമായ രീതിയിൽ വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ചുവെന്നാണ് കേസ്. കൂടാതെ എക്സ് കലാപശ്രമം നടത്തുന്നുവെന്നും മതവൈര്യത്തിനുള്ള ശ്രമിച്ചടക്കമുള്ള കുറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുമുണ്ട്. ലക്ഷ്മി എൻ രാജു, എക്സ് കോർപ്പറേറ്റ് എന്നിവരെ പ്രതിയാക്കിയാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. ഇക്കാര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഒരു രാഷ്ട്രീയ വിവാദമായി കൂടി മാറുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക അറിയിപ്പിലാണ് ബിജെപിയുടെ സീൽ പതിഞ്ഞത്. അക്കാര്യത്തിൽ സാങ്കേതിക പിഴവെന്ന വിശദീകരണം ഉയർത്തി അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ അത് CPIM അതേപോലെ കോൺഗ്രസും ഉയർത്തുന്നുമുണ്ട്. അനുജ, അതാണ് വെറുമൊരു സാങ്കേതിക പിഴവ് എന്ന തരത്തിലേക്ക് എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കാൻ കഴിയുക എന്ന വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ വന്നിരിക്കുന്നത്. വീഡിയോ ഒക്കെ അത് കോൺഗ്രസ് വലിയ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗണേഷ് കുമാറിനെയും മോദിയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള സ്വാഭാവികമായി അതിലും നടപടികൾ വരുന്നു. അങ്ങനെ ഈ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇതിലുണ്ടായിരുന്ന വിമർശനങ്ങളെയൊക്കെ അപ്പാടെ മുക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.